വർഷം ജനുവരി 15-നാണ് കൊച്ചി തൃപ്പൂണിത്തുറയില് 15 വയസ്സുള്ള വിദ്യാർത്ഥി അവൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ 26-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. അവന്റെ ജീവിതത്തിലെ പുതിയ സ്ഥലത്ത്, പുതിയ സ്കൂളില്, പുതിയ ആൾക്കാരുടെ ഇടയിൽ ഒട്ടും സപ്പോർട്ട് ഇല്ലാതെ ഒരുപാട് ലോൺലിനെസ് അനുഭവിച്ചാണ് അവസാന ദിവസങ്ങളിൽ അവൻ ഉണ്ടായിരുന്നത് എന്ന് പിന്നീട് അവന്റെ മരണത്തിന് ശേഷം അമ്മയിലൂടെ നമ്മൾ അറിഞ്ഞു. പിയർ ഗ്രൂപ്പിന്റെ അവഗണനയും കളിയാക്കലുകളും കൂടാതെ ശാരീരികവും മാനസികവുമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വീടുകളിലെ ടീനേജേഴ്സിനെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ? വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് അഡോളസെൻസ്. തലച്ചോറിൽ ഇമോഷണൽ റെഗുലേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ ശരീരത്തിലെ നിരവധിയായ ഹോർമോണൽ ചേഞ്ചസ് സ്ട്രെസ്സിനെയും മൂഡിനെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കുട്ടിക്ക് ഉണ്ടാകുന്ന സ്കൂൾ ആൻസൈറ്റി, അതേപോലെ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഡയറക്റ്റ് ഒരു കരച്ചിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞോ നമുക്ക് മനസ്സിലാവുന്നതല്ല. അവരുടെ പ്രോബ്ലംസ് കൂടുതലും ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ടായിരിക്കും മാനിഫെസ്റ്റ് ആവുക. വളരെ ശാന്തനായിരുന്ന കുട്ടി കോപിക്കുന്ന സ്വഭാവത്തിലേക്ക് വരിക, ഉറക്കത്തിന്റെ പാറ്റേൺസിൽ മാറ്റം വരിക, ഒന്നെങ്കിൽ വളരെ കൂടുതൽ സമയം ഉറങ്ങുക, അല്ലെങ്കിൽ ഉറങ്ങാനായിട്ട് വളരെ കഷ്ടപ്പെടുക, ടീച്ചേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പറ്റിയോ ഒക്കെ നിരന്തരമായിട്ട് കംപ്ലൈന്റ് പറയുക, സ്കൂളിൽ പോകാൻ മടി കാണിക്കുക. ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ കുട്ടി കാണിക്കുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു റീസൺ കൂടി ഉണ്ടാകുമെന്ന് കരുതി അവരെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മുടെ വീടുകളിലെ ടീനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന്, ഓപ്പൺ എൻഡഡ് കമ്മ്യൂണിക്കേഷൻ. എല്ലാ ദിവസവും സ്കൂളിലെയും അതേപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലെയും ഒക്കെ വിശേഷങ്ങളെ ചോദിച്ചറിയുക. ആ ദിവസം ഉണ്ടായിരുന്ന നല്ലതും ചീത്തയുമായ സംഭവങ്ങളെ പറ്റി സംസാരിക്കുക. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എങ്കിൽ ഒട്ടും ജഡ്ജ്മെന്റൽ അല്ലാതെ അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. 2, ഡെയിലി ബോണ്ടിങ് ടൈം എൻഷുർ ചെയ്യുക. എല്ലാ ദിവസവും ഒരുമിച്ച് ഫുഡ് കഴിക്കാനോ ഒരു വാക്കിന് പോകാനോ ഒക്കെ ടൈം കണ്ടെത്തുക. നമ്മുടെ അഡ്വൈസിനേക്കാളും നമ്മുടെ പ്രസൻസ് ആണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. 3ാമതായിട്ട് ടെക് ആൻഡ് പിയർ പ്രഷറിൽ ബൗണ്ടറീസ് കൊണ്ടുവരിക. ഹെൽത്തി ആയിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ ഡെയിലിയുള്ള ആക്ടിവിറ്റീസ്, അവരുടെ പഠനം, ഉറക്കം, പ്ലേ ആക്ടിവിറ്റീസ് ഇതിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക. 4, കൗൺസിലിംഗ് സപ്പോർട്ട് തേടുക. കൗൺസിലിംഗ് ഒരു വീക്ക്നെസ് അല്ല, അതെപ്പോഴും ഒരു കെയർ ആണ് എന്ന് മനസ്സിലാക്കുക. ഒരു ലാസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് കൗൺസിലിങ്ങിനെ കാണുന്നതിന് പകരം എന്തെങ്കിലും ഒരു അലാമിംഗ് സൈനോ ബിഹേവിയറൽ ചേഞ്ചോ കുട്ടിക്ക് തോന്നുമ്പോൾ തന്നെ കൗൺസിലിംഗ് ഹെൽപ്പ് തേടാവുന്നതാണ്. ടീനേജേഴ്സിന്റെ ആൻസൈറ്റീസിൽ പലപ്പോഴും വാക്കുകൾ ഉണ്ടാവില്ല. അവരുടെ ഒരു സൈലൻസ് തന്നെ ക്രൈ ഫോർ ഹെൽപ്പാണ്. അവരെ കേൾക്കാൻ തയ്യാറാകൂ, മനസ്സിലാക്കാൻ സമയമെടുക്കൂ, സപ്പോർട്ട് ചെയ്യാൻ റെഡിയാകൂ. വീണ്ടും കാണാം.